മൂന്നും പിടിക്കാം. നമ്മുടെയാണല്ലോ ആവശ്യം. 66. ഒയ്യോ 66 68 നിമിഷങ്ങൾക്ക് മുന്നെടുത്ത വീഡിയോ ഞങ്ങള്. അപ്പോൾ നമുക്ക് ലോട്ടറി അടിച്ച് 1000 രൂപയ്ക്ക് എടുത്ത ലോട്ടറി റിസൾട്ട് നോക്കുകയാണ് കേട്ടോ. ഹലോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ലോട്ടറി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. 1000 രൂപയ്ക്ക് ലോട്ടറി എടുത്ത വീഡിയോ. അതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ 1000 രൂപയ്ക്ക് ലോട്ടറി എടുത്ത വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കുന്ന വീഡിയോ ആണ് ഇന്ന്. പിന്നെ ആ വീഡിയോ കാണാത്തവരെന്തായാലും പോയി കാണുക കേട്ടോ. കാരണം ആ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത്, എങ്ങനെയാണ് നമ്മൾ ലോട്ടറി എടുത്ത, ലോട്ടറി എത്ര അടിച്ചെന്ന് കയ്യിൽ പറഞ്ഞിട്ടുണ്ട്. ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും പോയി കാണുക. പിന്നെ ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപയ്ക്ക് എടുത്ത ലോട്ടറി റിസൾട്ട് നോക്കുകയാണ് കേട്ടോ. ടോട്ടൽ 29 ടിക്കറ്റാണ്. അതിലൊരു സെറ്റ് ഉണ്ട്. അപ്പോൾ ആ സെറ്റ് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഇതുവരെ ലോട്ടറി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഞങ്ങൾ ഇപ്പോഴാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഈ സെറ്റാണ് മാറ്റി വെക്കട്ടെ. ഞാൻ തമ്മന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റിൻ്റെ സ്റ്റാപ്ലെയറൊക്കെ പൊട്ടിച്ചു. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കൂടുതൽ കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്പർ 67 66 69 കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൊബൈലിൽ റിസൾട്ട് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ റിസൾട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോണത് സെറ്റാണ് കേട്ടോ. 67 66 69 അതാണ് നമ്മുടെ സെറ്റ് നമ്പറാണ്. 12 ടിക്കറ്റ് ഉണ്ട്. നമ്മൾ അതാണ് നോക്കുന്നത്. 67 66 69. ഫസ്റ്റ് പ്രൈസ് എത്രയാണ്? 40 22 26. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഇല്ല കേട്ടോ, അത് ഉറപ്പിച്ചു. സെക്കൻഡ് പ്രൈസ് 19 65 00. അതും ഇല്ല, കൊല്ലത്താണ് കേട്ടോ. പിന്നെ തേർഡ് പ്രൈസ് 66 69 ഉണ്ടോ ലാസ്റ്റ്? 67 അടിച്ചോ? 67 94. 94 അതില്ല. 66 69. പട്ടാമ്പി പാലക്കാട് ഉണ്ട് കേട്ടോ. പട്ടാമ്പിയിലുണ്ട്, പാലക്കാടുണ്ട്. 2 പട്ടാമ്പി. അപ്പോൾ തേർഡ് പ്രൈസ് വരെ നമുക്കൊന്നുമില്ല, 1 ലക്ഷം വരെ ഒന്നുമില്ല കേട്ടോ. ഞാൻ 5000ലേക്ക് പോവാണ്. നമ്മുടെ ലാസ്റ്റ് നമ്പർ 66 69. 66 69. ഇനി ലാസ്റ്റ് നമ്പർ നോക്കുക. ലാസ്റ്റ് 4 നമ്പറല്ല നോക്കുക. അപ്പോൾ 5000ൽ 66 വന്നിട്ടേ ഇല്ല കേട്ടോ. ഒന്നൊരു നമ്പർ 66 വന്നിട്ടില്ല. പിന്നെ 1000 ആണുള്ളത്. 1000ൽ 66 66 66 10 ഉണ്ട് കേട്ടോ. 66 10. നമ്മുടെ 66 69 അപ്പോൾ 1000 ഇല്ല. 1000 കിട്ടിയാലും മതി, കാരണം സെറ്റല്ലേ. 12 കിട്ടിയാൽ 12000 ഇല്ലേ. 1000 ഇല്ല. 66 52 66 78. 66 52 66 78. 500ലും ഒന്നുമില്ല. 100ലുണ്ടോ? 100ൽ 66 68 ഉണ്ട് കേട്ടോ. നമ്മുടെ 66 2 ടിക്കറ്റിനല്ലേ, അല്ല 1 ടിക്കറ്റിന് ഒറ്റ നമ്പറിന് 66 69 നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് ഉള്ളത്. 66 68. അപ്പോൾ 100 രൂപയും പോയി. 100 രൂപ വെച്ചിട്ട് സെറ്റാണ്. അതുകൊണ്ട് 1200 രൂപ കിട്ടിയായിരുന്നു. അപ്പോൾ അതും പോയി കേട്ടോ. അപ്പോൾ ഈ സെറ്റാണ് മാറ്റി വയ്ക്കുകയാണ്. സെറ്റിലൊന്നുമില്ല. സെറ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ ബാക്കി എത്ര ടിക്കറ്റ് ഉണ്ടായില്ലേ? ബാക്കി 29 12 23 19 17 ഉണ്ട്. 17 ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 71 70 73. 71 ഫസ്റ്റ് പ്രൈസിലുണ്ടോ? 71 70 73 ഇല്ല കേട്ടോ. തേർഡ് പ്രൈസ് വരെ അതിലൊന്നുമില്ല. 5000 ഉണ്ടോ നോക്കിയോട്ടെ. 70 73 അല്ലേ? 70 32ന് 5000 ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി കിട്ടി. 1000ൽ 73 സ്റ്റാർട്ടിങ്. 70 73 അല്ലേ? 73 70 84. 70 ഇല്ല. 500ൽ ഇവിടെ ഉണ്ട് 70 84. അതന്നെ 500ലല്ലേ? 70 ഇത് എത്ര? 70 73. 500 ഇല്ല. 100ൽ 70 ഇല്ല, പോയി. അപ്പോൾ മാറ്റി വയ്ക്കി. അപ്പൊ 71 70 73 നമുക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ 17 ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഒന്ന് മാറ്റി വെച്ചു. ഇനി നമ്മുടെ 16 ടിക്കറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത നമ്പർ 67 42 66 ആണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കേട്ടോ മുകളിലേക്കാണ് പോകുന്നത്. കാരണം ആദ്യം 100 രൂപയാണ് നോക്കണത്. കാരണം മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ഒന്നും കിട്ടണില്ല. അപ്പോൾ 100 രൂപയിൽ 42 66 അല്ലേ? 42. 100ൽ 42 വന്നിട്ടേ ഇല്ല കേട്ടോ. 500ൽ 42 ഇല്ല. 1000ലും 42 ഇല്ല കേട്ടോ. 1000ലും 42 വന്നിട്ടില്ല. 5000ൽ 42 ഉണ്ടല്ലോ. 42 95. നമ്മുടെ എത്ര? നമ്മുടെ 42 66 കേട്ടോ. അപ്പോൾ അത് പോയി.
42.95 കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളത് 42.66. അപ്പം 5000 രൂപ പോയി. എന്താ പോയി പറയുമ്പോൾ ഒരു മുഖത്തൊരു ഭാവമില്ലല്ലോ. അല്ല ഇത് 1000 നോക്കി നിങ്ങള് മേലേക്ക് ഇപ്പൊ നോക്കണില്ലേ? മേലേക്ക് നോക്കണത് ഞാൻ അതല്ലേ നേരത്തെ പറഞ്ഞു. 67 തേർഡ് പ്രൈസ് അല്ല അല്ലേ. ആദ്യത്തെ അടുത്തടുത്ത് പോയിട്ട് ചിലപ്പോ അവസാനം നമുക്ക് വലുതെന്തോ വരായിരിക്കുന്നുണ്ട്. വലുതെന്താ വരികയെന്ന് അറിയാത്തത്. 67, 42, 66 ഇത് കയ്യത്ത് ഇങ്ങനെ ഇതിപ്പോ ഇങ്ങനെ മുറുക്ക് ഇത്തിരി 16 ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതില് നമ്മൾ പിടിക്കുമ്പോ അത്രണ്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇനി കുറഞ്ഞു ലാസ്റ്റ് ഒരെണ്ണം ആകുമ്പോഴാവും നമുക്ക് അതിന്റെ ഒരു ഇതറിയാം. അപ്പഴേക്കും നമുക്ക് അടിക്കും അല്ലേ? അടിച്ചാ മതി. 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തത്. 67, 94, 40 അത് 67 അത് നമ്മൾ നേരത്തെ നോക്കിയില്ല. നെയ്യാറ്റിൻകരയ്ക്ക് കിട്ടിയത് 67, 94, 40. തേർഡ് പ്രൈസ് ഇല്ല, സെക്കൻഡ് ഇല്ല, മുഖം കാണുന്നില്ലേ? ഫസ്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ ആ ടിക്കറ്റും നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പൊ ഇനി 15 ടിക്കറ്റും കൂടി. നീ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് ടെൻഷനാക്കി പോയല്ലേ. 15 മാത്രം. അല്ല ഞാൻ അവർക്ക് നമ്മൾ ഓരോന്ന് എടുത്തേക്കും. അത് കുഴപ്പമില്ല. ലാസ്റ്റ് നീ ഓരോന്ന് പറഞ്ഞാൽ മതി. അതെ അങ്ങനെ പറയണ്ടല്ലേ. ഇനി എത്ര? 99, 12, 11. 99, 12, 11. ഫസ്റ്റ് ഇല്ല, സെക്കൻഡ് ഇല്ല, തേർഡ് 99, 99, 99, 99, 99 ഇല്ല. 5000 12, 11 അല്ലേ? ഇല്ല അത് നോക്കാം. വേവേ നോക്കി അറിയേ. പിന്നെ ഞാൻ എത്ര നോക്കിയതാ ലോട്ടറി? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? 12, 11. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? ആ എത്രയോ കോടി അടിച്ച ഒരാളില്ലേ, കുട്ടിയുടെ കുടുക്കയിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ലോട്ടറി എടുത്ത് പറഞ്ഞില്ലേ? 12.07. അതിന്റെ ഭാര്യയാണ് ഒന്നുകൂടി എടുത്ത് നോക്കിയപ്പോഴാണ് അത് അടിച്ചത് മനസ്സിലായത്. ആദ്യം അടിച്ചില്ല. ഇത് ഞാൻ അങ്ങനെ ഒരാളെ അല്ല. ഞാൻ ഇത് അടിച്ച വഴിക്ക് ലോട്ടറി അല്ലേ, ഞാൻ വിടില്ല. അതല്ല നിങ്ങൾ ചിലപ്പോ ശ്രദ്ധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയുള്ള ഒരാളെ അല്ലേ. ലോട്ടറി ശ്രദ്ധിക്കേണ്ടുള്ള ഒരു പരിപാടി. 12, 11 അല്ലേ? 12 1000 ഇല്ല, 5000 ഇല്ല, 500 12.07 ഉണ്ട് കേട്ടോ. 500 ഉണ്ട്. 500 പോയി. അപ്പൊ എത്ര അതിനാ? 4 ടിക്കറ്റിന് പോയി. ഇതൊരു 100 12.62 ഉണ്ട്. അപ്പൊ ആ ടിക്കറ്റ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അടുത്ത പ്രതീക്ഷയും പറയണ്ടല്ലോ. വേണ്ട. അടുത്ത ടിക്കറ്റ് എത്ര ഉള്ളതെന്ന് പറയണില്ല. ഇപ്പോഴും കാണുന്നുണ്ട്. 71, 70, 71 ആണ് കേട്ടോ. ലാസ്റ്റ് 70, 71 അല്ലേ? ഞാൻ 100 മേലേക്ക് പോണത്. 70, 71. 100 70 ഇല്ല കേട്ടോ. വീടാ 70, 500 70, 30. ഇത് 70, 71 അല്ലേ? 70, 84 കണ്ടങ്ങള്? അത് കണ്ടു. അതിലില്ലല്ലോ. അല്ല നിങ്ങളത് പറഞ്ഞില്ലേ? അടുത്തുകൂടെ പോയത് കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കണില്ല, അതാണ്. അടിച്ചിട്ടില്ല. പക്ഷെ അടുത്തുകൂടെ പോയത് വേറൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സംഖ്യ കണ്ടിട്ട് പറഞ്ഞില്ല. 70, 84 അല്ലേ? അത് അടുത്ത് കൂടുന്നല്ലേ. 70, 71 അല്ലേ? 13 ടിക്കറ്റ് വന്നൂല കാണാനായിട്ട്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ 1070 ഇല്ല. 1070 ഇല്ല. 5070, 32. നമ്മുടെ എത്ര? 70, 71. ഇത് 70, 32. ഇനി സെക്കൻഡ് 71, 70. അപ്പൊ ഈ ടിക്കറ്റ് നമ്മൾ മാറ്റിയേക്കാണ്. ഇതിലൊന്നുമില്ല. കുറച്ചു നീ നോക്കണം. അതല്ല അടിക്കാത്തത് നമ്പർ ഇതുള്ളത് മേലെ വെച്ചേക്ക് അടിക്കാ. എന്തോ വലുത് സർപ്രൈസ് ആയിട്ട് അടിയിൽ വെച്ചെങ്കിൽ നോക്കിണ്ടോ ശരിക്ക്? എന്താ ഈ പറയണേ? ഞാൻ ഇപ്പൊ റിസൾട്ട് എന്നിട്ട് ഇപ്പൊ ലൈവ് ആയിട്ട് എടുത്തോണ്ടിരിക്കട്ടെ. എന്നിട്ടാണ് ഇപ്പൊ നോക്കി സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ തമ്മനയ്ക്ക് വേണ്ടിട്ട് പൊട്ടിച്ചതാണ്. തമ്മനയ്ക്ക് വേണ്ടിട്ട് ലോട്ടറി പൊട്ടിച്ചല്ലേ. അപ്പൊ ഇനി ഞാൻ കുറച്ചു നേരം നോക്കട്ടെ. എന്നാ നീ നോക്ക്. 67, 42, 54 ആണ്. ലോട്ടറി പിടിക്കണം? വേണ്ട, ഞാൻ പിടിക്കാം. കുഴപ്പമില്ല. മൂന്നും പിടിക്കാം. നമ്മുടെയാണല്ലോ ആവശ്യം. അപ്പൊ ഞാന് മേലെ തന്നെയാട്ടോ നോക്കണത്. ഞാന് ഏറ്റവും വലിയ സംഖ്യയിൽ നിന്നാണ് ഞാൻ തുടങ്ങണത്. അപ്പൊ നമ്മുടെ അത് 67, 42, 54 കേട്ടോ. എത്തണില്ലേ? 67 ഫസ്റ്റ് പ്രൈസ് ഇല്ല കേട്ടോ. 67 ഉണ്ട്. അയ്യോ എനിക്ക് ഇത് 67. അതല്ല ഞാന് വീഡിയോ നിങ്ങളോട് സംസാരിക്കുക ഇതും കൂടി ആയപ്പോഴേ ഞാൻ ഇവിടെ തന്നെയാട്ടോ ശ്രദ്ധ പുലർത്തുക. 67, 94, 40 ആണ് കേട്ടോ. നമ്മുടെ 67, 42, 55 ആണ്. അപ്പൊ ഫസ്റ്റ് ഇല്ല. പിന്നെ 5000 അപ്പൊ 42, 55 ഇടാം. ലാസ്റ്റ് 42 വന്നിട്ടുണ്ട്. 42, 95 ആണ്. പക്ഷെ നമ്മുടെ 42, 55 ആണ് വന്നിട്ടുള്ളത്. 5 വന്നിട്ടുണ്ട്. ഈ 9ന്റെ അടുത്തൊരു 5 കൂടി കിട്ടാച്ചെങ്കിൽ കറക്റ്റായി.
5000 കിട്ടിയായിരുന്നു. 42. ഏതാ നോക്കണേ? 1000 നോക്കണേ? 1000-ലില്ല. പിന്നെ ഞാൻ 500-ലാട്ടോ. 1000-ലില്ല, അപ്പൊ 500-ലാട്ടോ ഞാൻ നോക്കണത്. 500-ല് 42 ഇല്ല, 500 ഇല്ല. 100 രൂപയിലാണ് അടുത്ത് നോക്കണത്. 42 ഇല്ല. അപ്പൊ നമുക്ക് 100 നേരെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കാണ്ടിരിക്കുമ്പോ സമാധാനക്കേട്. ആ ഒരു സമാധാനക്കേടായിരുന്നു എനിക്കും. എനിക്ക് കണ്ണേട്ട നോക്കുമ്പോ കണ്ണേട്ട നേരെ നോക്കുന്നില്ല. ഇപ്പൊ കണ്ണേട്ടനായി. അപ്പൊ നമുക്ക് ഇതും മാറ്റി വെക്കാട്ടോ. എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കണോ? ഞാൻ ഒന്ന് എണ്ണി നോക്കിട്ട് പറയാട്ടോ. 12 എണ്ണം. പ്രതീക്ഷ കൈവിടാറായിട്ടില്ല കേട്ടോ. ഇനി ഉണ്ട് 12 ടിക്കറ്റ്. അപ്പൊ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു 1000 രൂപയിലും കിട്ടിയാൽ നമുക്ക് ലാഭമാണ്. കാരണം നമ്മൾ എടുത്ത പൈസ മൈക്ക് അവിടെയാണ്. ഒരു 1000 രൂപയിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ 1000 രൂപയ്ക്കാണ് എടുത്തത്. അപ്പൊ 1000 രൂപ കിട്ടിയാൽ മതി തൽക്കാലം. അടുത്തത് 57, 20, 55. 57 എവിടേക്കോ നേരത്തെ നോക്കിയപ്പോ വന്ന പോലെ ഉണ്ട്. നമുക്ക് എവിടേക്കോ വന്നപ്പോൾ അപ്പൊ 100-ന്റെ നോക്കിയ കാരണം അപ്പൊ താഴെ കിടണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇനി മേലേക്ക് പോവാട്ടോ. അതന്നെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരെണ്ണം ഞാൻ മേലെന്ന് നോക്കിയാ അടുത്ത താഴത്തുനിന്ന് നോക്കിയായിരുന്നില്ലേ? അതന്നെ സംഭവം. അല്ല, ഇത് ഇനി മേലേക്ക് ആക്കണ്ടല്ലോ വിചാരിച്ചു ഞാൻ. അപ്പൊ നമുക്ക് ഇനി താഴത്ത് നോക്കാം. ആദ്യം നമ്മുടെ 100 രൂപയുടെയാണ്. അല്ല, ലാസ്റ്റ് വരുന്നത് 20.55 കേട്ടോ. കൈ ഇടേണ്ടേട്ടാ ചെറുതായിട്ട്. 20.55. 20.69 വന്നേക്കാം. അപ്പൊ എത്ര ടിക്കറ്റിനാണ് ഏട്ടാ? 700. ഇതിപ്പോ 20.55. നോക്ക്, 20.69. അത് ഒരു 10-14 ടിക്കറ്റ് മാറ്റത്തിന് അവിടെ ഉണ്ടാവൂലേ? അവിടെ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ 100 രൂപയുടെ ഇല്ല കേട്ടോ. നമ്മുടെയൊക്കെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ പോകുന്നുണ്ട്. അടുത്തുകൂടെ ഏതാണ് അതിൽ ഉണ്ടാവുമായിരിക്കും. ഞാൻ കുറെ അടുപ്പിച്ചുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അടുപ്പിച്ചുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് കയറിയതാണ്. ഞങ്ങൾ ലോട്ടറി നോക്കട്ടെ പറഞ്ഞിട്ട്. റിസൾട്ട് 3 മണിക്ക് വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ 5 മണി നേരത്താണ് നോക്കുന്നത്. നോക്കുമ്പോൾ അത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ ആ തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മുടെ ആ റിസൾട്ട് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ആ തണുത്ത കാറ്റ് റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് 500-ന്റെ ആണ് കേട്ടോ. 500 രൂപയുടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 20.55 അല്ലേ? 20.55. 20 ഉണ്ട്, പക്ഷെ 20.12 ആണ് കേട്ടോ. അപ്പൊ 500-ലില്ല. ഞാൻ 1000-ന്റെ ആണ് നോക്കണത്. 1000-ല് 20 വന്നിട്ടില്ല. 5000-ലും നമ്മുടെ 20 വന്നിട്ടില്ല. തേർഡ് പ്രൈസ്. ഫസ്റ്റ് നമ്പർ നോക്ക്. 57 നോക്ക്. 57 55 ഉണ്ട്. 58 ഉണ്ട്. കയ്യിലില്ല. എവിടെ 58? 55, 52. പക്ഷെ 55 കിട്ടില്ല. പട്ടാമ്പിയാ. പട്ടാമ്പി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ സെക്കൻഡ് പ്രൈസ് ഇല്ല. ഫസ്റ്റ് പ്രൈസും ഇല്ല. അത് അങ്ങോട്ട് മാറ്റി വെച്ചാലോ പൊന്നോ. ഞാനോട്ടെ കാശ് കൂടി വരികയാണ് കേട്ടോ. അടുത്തത് 67, 66, 61. അതുണ്ട് പൊന്നു. 66, 61 ഉണ്ടാവും. അതുണ്ട്. അപ്പോൾ നമുക്ക് ലോട്ടറി അടിച്ചേ എന്ന് പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ. 67 ഉണ്ട്. അതിനാണ് എൻ്റെ പ്രതീക്ഷ. 67 ഫസ്റ്റ്. ഇത് സെക്കൻഡ് പ്രൈസ്. തേർഡ് പ്രൈസ് അല്ലേ? ഫസ്റ്റ് ഇല്ല. ഇതല്ലേ ഫസ്റ്റ് കാണിക്കണത്? ഞാൻ നോക്കണോ? ഫസ്റ്റ് ഇല്ല, വേണ്ട. സ്പീഡുള്ള പോലെ തോന്നുന്നു. നിങ്ങളെ സ്പീഡുള്ളത് കാണില്ല. ഇതിപ്പോ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉള്ളതാണ്. ഇതില് പ്രതീക്ഷ ഉണ്ട്. അപ്പൊ അതില് സ്പീഡിൽ നോക്കിയിട്ട് കാര്യമില്ല. മെല്ലെ തന്നെ നോക്കണം. ആയിക്കോട്ടെ. 67 കിട്ടിയാൽ മതി. 67 നെയ്യാറ്റിൻകരയ്ക്കാണ്. 67-ന്റെ പോയി. കുറെ നേരം നെയ്യാറ്റിൻകര. പാലപ്പുറത്തേക്ക് വല്ലതും ഉണ്ടോ? അല്ല, നമുക്ക് അടിക്കുക വെച്ചെങ്കിൽ ഇവിടെ എന്താ കാണിക്കുക? ഒറ്റപ്പാലം കാണിക്കുക. പാലക്കാട് 2-3 എണ്ണൊക്കെ ഉണ്ട് കേട്ടോ. കിട്ടട്ടെ. എല്ലാവരും രക്ഷപ്പെടട്ടെ. നമുക്കല്ലെങ്കിലും പാവങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നുള്ളൂ. 66. ഇപ്പൊ ഞാൻ നോക്കണ്ട്. നിങ്ങളുടെ കാര്യം വിട്ടു. ഞാൻ അങ്ങനെ നോക്കി പോവാണ്. ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന 5000-ന്റെ ആണ് കേട്ടോ. അപ്പൊ 5000-ന്റെ 66, 61 ആണ്. അതിൽ 66, 61 ഇല്ല. ഡെക്കറേഷൻ കാണിച്ച് ഇല്ല. അടുത്തത് 1000 ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് നിങ്ങൾ എന്നെ കാണുന്നില്ല. മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മള് എവിടെയൊക്കെയോ നിന്നിട്ട് പ്രസംഗിക്കണം ഇങ്ങനെ തോന്നുന്നു. നിങ്ങൾ അച്ഛൻ മൈക്കും പിടിച്ചു തരുന്നുണ്ട്. അപ്പൊ അടുത്ത് നിങ്ങൾ ഫോൺ ഇങ്ങനെ പൊക്കി പിടിക്കാട്ടോ. നിങ്ങൾക്കും കാണാലോ. അല്ല, നിങ്ങൾക്ക് കാണില്ലല്ലോ, സോറി. അപ്പോൾ അടുത്തത് 1000 ആണ്. 1000-ല് 66, 61. 66
66 10 പേടിപ്പിക്കല്ലേ? 66 10 ആ ഒന്ന് ഇവിടേക്ക് വേറെ വന്നിട്ട് 66 ഇല്ല, ആകെ ഒരു 66 ഉള്ളൂ. 66 കറക്റ്റ് ആണ്. പിന്നെ 61 നമുക്ക് വേണ്ടത്. ഇതിൽ 10 പോയി. ആ ഒന്ന് ഇപ്പുറത്തേക്ക് ഇട്ട് ഇപ്പുറത്തെ ആ 0ന്റെ പകരം ഒരു 6 ആണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസിൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്പർ മാറ്റിയിട്ടാ പോലെ. അല്ല, ഇത് 66 വന്നിട്ടുണ്ടല്ലോ, അത് നമ്മൾ പറയുന്നത്. അടുത്തത് 500 ആണ് കേട്ടോ നോക്കണത്. 500 എന്റെ സ്ഥലപ്പേരൊക്കെ വന്നു തുടങ്ങിയിടല്ലേ. 66 പൊന്നുവിന്റെ വീടിന്റെ അടുത്തെ സ്ഥലപ്പേരാട്ടോ 500. അപ്പൊ 500 എന്ന് പൊന്നു പറയണത്. നമ്മൾ 500 രൂപയുടെയാണ് നോക്കണത്. അതില് 66 66 52 വന്നിട്ടുണ്ട്, 66 78 വന്നിട്ടുണ്ട്, 66 61 വന്നിട്ടില്ല. അതാണ് നമുക്ക് വേണ്ടത്. അത് വന്നിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ അടുപ്പിച്ചെടുത്തിട്ടുണ്ടോ? അടുത്തത് കിട്ടാണ്ട് അങ്ങനെ ചെറുക്കല്ലേ. എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട്. ഈ ചെറുക്കിടത്തെ സന്തോഷം കൊണ്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. മനസ്സിലിങ്ങനെ ഒരു ഇടങ്ങേറ്. അതൊക്കെ 1000 രൂപയ്ക്ക് എടുത്ത് അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ്. അടുത്തത് നമ്മൾ 100 രൂപയുടെയാണ് കേട്ടോ നോക്കണത്. 100-ല് 66 66 55 66 68. അപ്പൊ ആ ലോട്ടറി ഞങ്ങൾ മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പൊ ആ ലോട്ടറിയിലും ഒന്നുമില്ല. ഇനി എത്ര ടിക്കറ്റ് ഉണ്ട്? 10 നിങ്ങൾ ഇന്നെ കൊണ്ട് ഇടിപ്പിച്ചില്ല, അതാ പ്രശ്നമായത്. അയ്യോ, അപ്പൊ ഞാനെടുത്ത് അതിലൊന്നും കാര്യമില്ല പൊന്നു. ആരെടുത്താലും നമുക്ക് കിട്ടേണ്ടത് അതല്ല, നമുക്ക് കിട്ടും. ഭാഗ്യം ചിലപ്പോ നമുക്ക് ഓരോ ഞാൻ ചോദിക്കട്ടെ, കണ്ണേട്ടന്റെ ലക്കി നമ്പർ എത്രയാ? അങ്ങനെയൊന്നും ഇല്ല. എന്റെ ലക്കി നമ്പർ 2 ആണ് കേട്ടോ. അപ്പൊ ഞാന് 2 ഒക്കെ ആയിട്ടുള്ള ഒരു ലോട്ടറി ഒക്കെയാണ് ഞാൻ 2 ഉള്ളത് അതിലുണ്ട്, 6 ഉള്ളതുണ്ട്, 10 ഉള്ളതുണ്ട്, അതല്ല, എല്ലാ ലോട്ടറി അതിലുണ്ട്. തോനെയുള്ള ഇതാവും ഞാൻ ചിലപ്പോ കൂടുതൽ എടുക്കുക. അതന്നെ പറഞ്ഞത്, അതതിലുണ്ട്, 2 ഉള്ളത് അതിലുണ്ട്. അതിൽ വല്ല അടിച്ചു നോക്ക്. ഇനി നമ്മളെ ഇപ്പൊ നോക്കിയതല്ലേ? ഇല്ലില്ല, അത് 66 61 സോറി, അത് അടുപ്പിച്ചുള്ള നമ്പർ ആണ് കേട്ടോ. അത് 66 67 ആണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറയട്ടെ, ഞാൻ ക്ലിയർ ആയിട്ട് അവരോട് പറയട്ടെ. മനസ്സിലായി. അത് 66 61 ലാസ്റ്റ്, ഇത് 66 67 ലാസ്റ്റ്. അപ്പൊ അതിൽ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ 66 67 കണ്ടൊരു ഓർമ്മ. പറയട്ടെ. അപ്പൊ അതിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം 66 61 നോക്കിയ സമയത്ത് 66 67 ഉണ്ടെങ്കിൽ കാണേണ്ടതായിരുന്നു. ആ ഒരു ഓർമ്മ ഇല്ല. കണ്ണേട്ടന് ഓർമ്മയില്ല. കണ്ണേട്ടൻ ഞാൻ ഒന്ന് നോക്കണ്ട കേട്ടോ. നോക്കണം, നോക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതാ. 66 നോക്കട്ടെ. 66 ഒയ്യോ 66 68. ഇതന്നെ നമ്മുടെ മറ്റേ സെറ്റിന് സംഭവിച്ചിട്ടോ. 66 നമ്മുടെ 66 67 ഒരു ടിക്കറ്റ് ഉണ്ട്. അതേപോലെ സെറ്റ് നമ്മുടെ 66 69 ആണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ 66 68 100 രൂപ അടിച്ചത്. പൊന്നിനെന്താ പറയാനുള്ളത്? നിന്റെ അഭിപ്രായം ഇതിനെ കുറിച്ച്? നിന്റെ അഭിപ്രായം എന്താ? അതാണോ നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം അതന്നെയാണ്. അപ്പൊ സംഭവം കയ്യിൽ നിന്ന് പോയി. രണ്ടിന്റെ ഇടയിൽ പെട്ട ഒരു നമ്പറാ വന്നത്. 100 നോക്കിണ്ട്. ഇനിയിപ്പോ 500 നോക്കട്ടെ. ഞാൻ ഒന്ന് സ്പീഡിലൊന്ന് നോക്കട്ടെ. നോക്കട്ടെ. പതുക്കെ നോക്കിയാൽ മതി പറഞ്ഞു. കാരണം അടുത്തുകൂടെ ഒക്കെ പോകുമ്പോ നമുക്ക് കൊറേ അകലെന്ന് പോവാണ്. ശരി, പോട്ടെ. ഇതിപ്പോ ഇങ്ങനെ അടുത്തുകൂടെ പോകുമ്പോഴേ 66 52. ഇവിടെയുള്ള സംഖ്യ അവിടെ ഉണ്ടല്ലോ കണ്ണേട്ടാ. ഇതല്ല, അത് 66 78 ആണല്ലേ? സോറി, ഇവിടെ 66 68 അവിടെ 66 78 ആണ്. ഇല്ല 60 ഇല്ല. 1000-ല് 66 ഇല്ല. തേർഡ് ഫസ്റ്റ് എത്ര? 67 അല്ലേ? 67 94 അതില്ല. 67 വന്നിട്ടുണ്ട്. അത് നെയ്യാറ്റിൻകരയ്ക്ക് കൊറേ 67 എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നെയ്യാറ്റിൻകരയ്ക്ക് കൊടുക്കും ചെയ്തു. ലക്കി നമ്പറാണ് 67. പിന്നെ നിന്റെ ലക്കി നമ്പർ പറഞ്ഞ പോലെ. അപ്പൊ ഫസ്റ്റ് പ്രൈസ് നോക്കിയോ? ഫസ്റ്റ് പ്രൈസ് നോക്കാതെ പോവല്ലേ പൊന്നോ. ഫസ്റ്റ് പ്രൈസ് ഒന്നും ഇല്ല. മാറ്റി വെച്ചാ അങ്ങനെ എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇനി അടുത്തത് നോക്കണം. അടുത്തത് 110309. ഇനി പൂജ്യത്തിലെ കളിട്ടാ. പൂജ്യത്തില് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. നോക്കിയിട്ടില്ല. അത് ഞങ്ങൾ നോക്കിയിട്ടില്ല ഇതുവരെ. നോക്കിയ നമ്പറുകളൊക്കെ കണ്ണേട്ട് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നു. എനിക്ക് ഒന്നും കൂടി നോക്കിയാൽ അത് ഞാൻ അത് അടുപ്പിച്ചുള്ള നമ്പർ ആയതുകൊണ്ടാണ് പറഞ്ഞത്. 66 69
66 67 അടുപ്പിച്ചല്ലേ 66 61 അടുപ്പിച്ചുള്ള നമ്പറുകളല്ലേ ഒരു 1 7 മാറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇതെനിക്ക് ഓർമ്മയില്ല അപ്പോ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഇല്ല കേട്ടോ 11 03 09 അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് ഇല്ല ഇല്ല സെക്കൻഡും ഇല്ല തേർഡ് തേർഡോ നോക്കാം 11 11 വന്നിട്ടില്ല 13 അങ്ങനെ വന്നിട്ടുള്ളത് അതും അത് പാലക്കാടിനാണ് അത് പോയേക്കുന്നത് മാറ്റിക്കോ ഇനി 03 ഇനി നമ്മള് 5000 തൊട്ടിട്ടാണ് നോക്കണം കേട്ടോ അപ്പോ 0309 പൂജ്യം വന്നിട്ടില്ല 1000 11 അല്ല 03 ഇല്ല 1000 കുറെ പൂജ്യങ്ങൾ വന്നിട്ടുള്ളത് പക്ഷെ ഒക്കെ 02 04 ആ 4ന്റെയും 02 നീ വിശദീകരിക്കണ്ട ഇല്ലല്ലോ 100 നോക്ക് അല്ല 500 നോക്ക് 500 കാര്യം പറയണ്ടേ 03 500 ഇല്ല കേട്ടോ 03 04 വന്നത് 500 കുറെ പൂജ്യം വന്നിട്ടുള്ള സംഖ്യകൾ ഉണ്ട് കേട്ടോ അല്ല കറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തത് മാത്രം വന്നിട്ടില്ല കേട്ടോ കാരണം 0 0 ഉണ്ട് 0 1 ഉണ്ട് 0 2 ഉണ്ട് 0 4 ഉണ്ട് 0 5 ഉണ്ട് 0 3 മാത്രമില്ല നമ്മൾ എടുത്ത നമ്പർ മാത്രമില്ല ശരിയാണ് പൂജ്യം ശരി 2 വട്ടം 02 വന്നിട്ടുണ്ട് 2 അല്ല 3 വട്ടം 02 അത് കഴിഞ്ഞിട്ട് പിന്നെ 04 പിന്നെ 05 06 09 ഇല്ല അടുത്തേലുണ്ടാവും മാറ്റി അല്ല 100 നോക്കാം 100 നോക്കാം 100 നോക്കാം 100 നമുക്ക് വില മതിക്കാനാവാത്ത സംഖ്യയാണ് അപ്പൊ നമ്മൾ 100 നോക്കുന്നതാണ് 100 ഇല്ല 03 ഇല്ല അതിലുണ്ട് 0 2 0 ഉണ്ട് 0 1 ഉണ്ട് 0 2 ഉണ്ട് 0 4 ഇല്ല കേട്ടോ 4 ഇല്ല 3 ഇല്ല 4 ഇല്ല പിന്നെ 5 ഉണ്ട് 6 ഉണ്ട് 7 ഉണ്ട് 7 രണ്ടെണ്ണം ഉണ്ട് പിന്നെ 8 ഉണ്ട് 9 രണ്ടെണ്ണം ഉണ്ട് മൊത്തത്തിൽ എല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു കണ്ണേരുടെ ഇല്ലാത്ത സംഖ്യ നോക്കിയിട്ട് പോയിട്ട് ലോട്ടറി എടുത്തലാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ല നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ മുന്നേ തന്നെ ലോട്ടറി എടുത്തിട്ടുള്ള സംഖ്യകളൊക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഭാഗ്യം വീഴണത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ അങ്ങനെ കുറെ സംഖ്യകൾ നോക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല അത് ഈ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഇതിൽ നിങ്ങൾ നല്ല പ്ലാനും നടത്തിയിട്ടുണ്ട് ഇതിൽ ഞാനൊരു പ്ലാൻ നടത്തിയില്ല അവിടെ പോയി കണ്ടപ്പോൾ നല്ല നമ്പറാണ് തോന്നിയ ടിക്കറ്റ് ഞാൻ എടുത്തിട്ട് വന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിന് ഇല്ല അപ്പൊ നമ്മൾ ഇതും മാറ്റി വെക്കാണ് ഇനി എത്ര ഉണ്ട് നിനക്ക് കുറച്ചും കൂടി കഴിയട്ടെ ഇനി കുറച്ച് കഴിയാനൊന്നുമില്ല ഇനി 4 ഉള്ളൂ 4 എണ്ണമൊന്നുമില്ല 3 6 7 8 എണ്ണം ഉണ്ട് 8 ടിക്കറ്റ് ഉണ്ട് കേട്ടോ 8 എണ്ണത്തിലാണ് നമ്മുടെ പ്രതീക്ഷ കിടക്കുന്നത് ഇനി 03 19 ലാസ്റ്റ് അപ്പൊ നമ്മള് 100 നിന്നാണ് കേട്ടോ നോക്കണത് 03 ഇല്ല 03 ഇല്ല നമ്മളിപ്പോ പറഞ്ഞില്ലേ എത്ര നേരം നോക്കിയാ 03 ഇല്ല ബാക്കി എല്ലാം ഉണ്ട് 03 ഇല്ല 500 കണ്ടില്ലല്ലോ 500 ഇല്ല 500 ഇല്ല 1000 ഇല്ല 03 ഇല്ല കേട്ടാ മറ്റേ 5000 ഇല്ല പിന്നെ 11 അല്ലേ 11 കണ്ടില്ലല്ലോ അല്ല തേർഡ് പ്രൈസിൽ 11 ഇല്ല നമ്മൾ വേറെ 11 നോക്കിയപ്പോ 11 വന്നിട്ടില്ല 13 ഉള്ളത് പാലക്കാടിന് എന്ന് പറഞ്ഞ ഒരു ഓർമ്മ ഞാൻ നോക്കിക്കോ സെക്കൻഡിലില്ല ഫസ്റ്റിലും ഇല്ല ആ ടിക്കറ്റ് മാറ്റിക്കോ കാരണം അത് നമ്മൾ നേരത്തെ നോക്കിയ ടിക്കറ്റ് ആയിട്ട് നല്ല സാമ്യത ഉള്ള ടിക്കറ്റാണ് നമുക്കത് വേഗം നോക്കി കഴിഞ്ഞു കേട്ടോ കാരണം അതിലൊന്നും ഇല്ല നേരത്തെ നോക്കിയത് 11-03-09 ഇപ്പൊ നോക്കിയത് നമ്മൾ 11-03-19 അപ്പൊ 03 നമുക്ക് 11 ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മാറ്റി അടുത്തേലുണ്ട് തോന്നുന്നു അടുത്തേല് 02 അല്ലേ അല്ല 12 ആണല്ലേ ഞാൻ 02 വിചാരിച്ചു അടുത്തേല് 02 കുറെ വന്നിട്ടുണ്ടല്ലോ മാറ്റി ലക്ഷങ്ങൾ അടിച്ചു വിചാരിച്ചു മാറ്റി ഇടേന്ന് ഇങ്ങനെ നോക്കണ്ടായിരുന്നു താഴത്തെ ഞാൻ 02 വിചാരിച്ചു പക്ഷെ 12 ആണത് 12-24 ആണ് അടുത്ത ടിക്കറ്റ് ലാസ്റ്റ് ഇനി നമുക്ക് അടുത്തത് നോക്കാട്ടോ അടുത്തത് ഞങ്ങൾ കാണുന്നില്ലേ 99-12-24 12 ഏതിലും വന്നിട്ടുണ്ട് 03-4-04 എന്നൊക്കെ നോക്കട്ടെ കേട്ടാ ചിലപ്പോ പറയാൻ പറ്റില്ല നമുക്ക് അടിക്കാൻ പോണതിന്റെ നിമിഷങ്ങൾക്ക് മുന്നെടുത്ത വീഡിയോ ഞങ്ങള് അച്ഛനമ്മക്ക് കാശ് ഇട്ടിട്ട് അച്ഛനും അമ്മയും എനിക്ക് പാപ്പ തരും പാപ്പ മാത്രം മതിയോ ബിരിയാണി അത്ര അത്യാഗ്രഹം ഒന്നുമില്ലേ നമുക്ക് അത്ര അത്യാഗ്രഹമുള്ള ടീമൊന്നുമല്ല അവൻ സൈക്കിൾ വാങ്ങാൻ സർപ്രൈസ് വാങ്ങാൻ പോകുമ്പോൾ അവൻ എന്താ പറയുക അവന് മിഠായി മതി എന്ന് പറഞ്ഞ അവന് വലിയ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞില്ല ആ വീഡിയോ ഒക്കെ കാണാത്തവരെന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒക്കെ പോയിട്ട് അതെ ധ്യാനുടന്റെ സൈക്കിളിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സർപ്രൈസ് വീഡിയോ പറഞ്ഞിട്ട് ഞങ്ങൾ സൈക്കിൾ വാങ്ങി കൊടുത്ത വീഡിയോ ഇട്ടുണ്ട് ഞാൻ എവിടെയോ 12 നോക്കി അറിയാലോ നോക്കി തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് അല്ല ഫസ്റ്റ് പ്രൈസ് ഇല്ല സെക്കൻഡും ഇല്ല തേർഡ് ഒരു മിനിറ്റ് കേട്ടോ തേർഡില്
99, 94 ഉണ്ട്, 98 ഉണ്ട്. വേണ്ട 99, 90. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. 5000 ശേഷമുള്ളത് നോക്കി. അത് കട്ടപ്പനയിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. എവിടേക്കെങ്കിലും പോട്ടെ. 5000-ല് 99 12, 24 നമ്മൾ ഇന്ന് നോക്കണത്. കാരണം എന്റെ മുഖത്തുനിന്ന് കൈ കോൺസെൻട്രേഷൻ വിടരുത്. 12 ഇല്ല, ഇനി 1000 ആണ് നമ്മൾ നോക്കണത്. 1000-ല് 12 ഇല്ല. അപ്പൊ ഞാൻ എവിടെ 12 കണ്ട്? അപ്പൊ ഗൈസ് 12 ഉണ്ട്. 12 അത് പൊന്നു പറയും. പൊന്നാണ് 12 കണ്ട ആള്. അപ്പൊ പൊന്നു പറയും. ഞാന് നേരത്തെ നോക്കിയപ്പോ 2 സ്ഥലത്ത് 12 കണ്ട പോലെ ഉണ്ട്. കാരണം നമ്മള് 02, 05 അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയത് 3 ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ 3 താഴെയൊക്കെ ഇങ്ങനെ നോക്കിനാണ്. അപ്പൊ 12 വന്നത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതാ ഞാന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 12 അത് വന്നപ്പോഴേ ഞാൻ ഉണ്ട് എന്ന് കണ്ടിട്ടോട് പറഞ്ഞു. പക്ഷെ 12:07 12:25 നമ്മുടെ 12:24 ഒരു ഒറ്റ ടിക്കറ്റിന് 500 രൂപ കേട്ടോ. 500 രൂപയാണ്. 500 രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈശ്വര, ഇതും കൂട്ടിയിട്ട് 3-ാമത്തെ ടിക്കറ്റാണ് നമുക്ക് ഓരോ ഒരു നമ്പർ ടിക്കറ്റിന് ടിക്കറ്റിന് പോണത്. അത്ര അടുത്ത് വന്നിട്ട് പോകുമ്പോ ഭാഗ്യം തലയ്ക്ക് മീത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി എടുക്കേണ്ടി വരുന്ന തോന്നുന്നു. തലയ്ക്ക് മീതൊന്നല്ല, കയ്യിലിരിക്കാണ്. എന്തേ ടിക്കറ്റ് കഴിഞ്ഞിട്ടില്ല. അത് ശരിയാണ്, കയ്യിലുണ്ടാവും. അപ്പൊ 500 നമ്മുടെ അടുത്ത്, അയ്യോ തൊട്ടടുത്ത് കൂടെ പോയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് 1000 നോക്കാം. 1000-ലും 1000 അല്ല 100. സോറി, എന്റെ അത് അതിലതാണ്ട് പോയി, ശ്രദ്ധിക്കില്ല ഞാൻ പോയി. പറയണത്. ഇനി 100-ല് 12 ഉണ്ട്, പക്ഷെ 12:62 അപ്പൊ നമ്മുടെ ആ ടിക്കറ്റിൽ നമുക്കൊന്നുമില്ല. ഈ ടിക്കറ്റിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഈ ടിക്കറ്റ് മാറ്റി വെക്കാണ് കേട്ടോ. അടുത്തത് 12:22 ആണ് കേട്ടോ. കാരണം ഇപ്പൊ നോക്കിയത് ഞാനിട്ട് മാറ്റടാ പറയട്ടെ. ഇപ്പൊ നോക്കിയ ടിക്കറ്റായിട്ട് നല്ല സാമ്യതയുള്ള ടിക്കറ്റാണ് അടുത്തത്. കാരണം 12:25 നമ്മൾ നോക്കിയത് അല്ലേ? 12:25 അല്ല, 12:24 നോക്കി. 24 നമ്മൾ 12:24 നോക്കിയത്. ഇനിയുള്ളത് 12:22 ആണ്. അപ്പൊ അത് ഉണ്ടാവില്ല. കാരണം നമ്മളത് രണ്ടടുത്തടുത്ത നമ്പറുകളാണ്. അപ്പൊ അത് ഇതിൽ കണ്ടിട്ടില്ല. അപ്പൊ അത് മാറ്റി വെക്കല്ലേ നല്ലത്. ഓടിച്ചു വിടട്ടേട്ടാ. കാരണം ഒരു ഡൗട്ട് കണ്ടിട്ടില്ല പറയുന്നുണ്ട്. നമ്മൾ നോക്കിയതാണ്, എന്നാലും എവിടെയെങ്കിലും ഒക്കെ മറിഞ്ഞു കിടക്കുന്നില്ല. അല്ല, ചിലപ്പോ ആ ഓർഡറിലെല്ലാം ഇല്ലാണ്ട് താഴെയൊക്കെ 12 വന്ന് കിടക്കില്ലേ? താഴെ വരില്ല. നമ്മൾ 12 ഉള്ളപ്പോൾ നമ്മൾ 12 എല്ലാം നോക്കി. കാരണം 12:07 നോക്കി, 12:24 നോക്കി, പിന്നെ 5000-ലുണ്ടോ നോക്കി. പിന്നെ ഉണ്ടാവുകയാണെങ്കിലും ഫസ്റ്റ് പ്രൈസോ അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസിലോ നമ്മൾ ആദ്യത്തെ നമ്പർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഫസ്റ്റും സെക്കൻഡും തേർഡും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അത് 3 നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം. അത് 3 നോക്കിയാലും മതി കേട്ടോ. ബാക്കിയില്ല എന്നുള്ള ഉറപ്പാണ്. പൊന്നിൻ്റെ ഒരു വിശ്വാസക്കുറവുണ്ട് കേട്ടോ. പൊന്നു നോക്കുന്നുണ്ട്. എന്താ ഭരതനാട്യം കഴുത്തോണ്ട് ഇങ്ങനെ ഇല്ല കേട്ടോ, ഈ ടിക്കറ്റിന് ഇല്ല. അയ്യോ, എനിക്ക് ഈ 12:22 അതേപോലെ 12:24 അടുത്തടുത്ത് കൂടെ പോയത്. ഇത് 4 ടിക്കറ്റിനല്ലേ അടുത്ത് കൂടെ പോയേക്കണേ? അല്ല, 5 ടിക്കറ്റിന്. അല്ല സോറി, 3 ടിക്കറ്റിന്. മറ്റേത് 25, ഇത് 22. അടുത്ത സാമ്യത നമ്പർ അല്ല. അടുത്തത് 70 ലാസ്റ്റ് 71 70 70-ന്റെ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല. 0 വേണ്ട. 70-71 പോയില്ലേ? നിങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്ന സമയത്തല്ലേ? അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട് കേട്ടോ. 70-71 പോയിട്ടുണ്ട് നോക്കട്ടെ. ആദ്യം ഫസ്റ്റ് ഇല്ല കേട്ടോ. സെക്കൻഡ് 71 70 അല്ലേ? തേർഡില് 71 പാലക്കാടിന് വന്നിട്ടുണ്ട്. 71 37 87. 5000 എടുക്ക്. നിങ്ങൾ 5000 എടുക്കുന്ന പറഞ്ഞ മാറട്ടെ. 70 32 5000 ഇല്ല, 1000 ഇല്ല. ഞാൻ അടുത്ത 500 ആട്ടം നോക്കണത്. 500-ല് 70 30 70 84. അപ്പൊ എത്ര? 14 ടിക്കറ്റിനാ? 14 ടിക്കറ്റിന് 100-ല് നോക്ക്. 100-ല് 70 ഇല്ല. 100-ല് 70 വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇരുട്ടായി തുടങ്ങി. നമ്മൾ 5:30-ക്ക് വന്നതാണ്. ഇപ്പൊ ക്ലിയർ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം സന്ധ്യാസമയം ആയിട്ടോ. അപ്പൊ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ എന്തായാലും ഫുള്ള് നോക്കിയിട്ടേ ഇറങ്ങണുള്ളൂ. 4 ടിക്കറ്റും കൂടി ഉണ്ട് നമ്മുടെ കയ്യില്. അപ്പൊ ഇനി നോക്കാം. അടുത്ത 98 96 39. 100-ൽ നിന്നാണ് കേട്ടോ പോണത്. അപ്പോൾ 96 39 ആണ് നോക്കണത്. 96. അയ്യോ എന്തോ അമർന്നു അല്ലേ?
അതന്നെ അതന്നെ ഇത് വരാത്ത അതന്നെ അടിക്ക് എടുക്ക്. അടിയിൽ നിന്ന് എടുക്കാട്ടാ. 96 39 അല്ലേ? 96 ഉണ്ട്, 96 15 ഉണ്ട്, 96 43 ഉണ്ട്, 96 44 ഉണ്ട്. ഓ ഇത് എത്ര ടിക്കറ്റിനാ? 4 ടിക്കറ്റിനല്ലേ ഇത്? 4 ടിക്കറ്റിന് 5 ടിക്കറ്റിന് 5 അല്ല 4 ടിക്കറ്റിന് 4 ടിക്കറ്റിന്. 100 അപ്പൊ ഇല്ല കേട്ടോ. 100-ലില്ല, 500-ല് ഇല്ല 96 96 നമ്മൾ എവിടെ 96 എവിടെ? ഇതാ ഇതാ ആ ആ 96 96 കേട്ടോ. നമ്മുടെ 96 39 ഇല്ല, 1000-ല് 96 46. അപ്പൊ അടുത്തത് 5000-ലല്ലേ നമ്മൾ നോക്കി. കാല് കടയുന്നു. നല്ല ഇരുട്ടായി തുടങ്ങിട്ടോ. അപ്പൊ കാണുന്നുണ്ടോന്ന് അറിയില്ല. നമുക്ക് ക്യാമറ തുടച്ചോട്ടെ. പറയാനോ. 500-ല് 96 39 96 96 ഉള്ളത്. 1000-ല് 1000-ല് 96 46. 96 97 ഉണ്ട്. 5000-ലാട്ടോ നോക്കണം. 96 30 ഉണ്ടോ? 96 39. അപ്പൊ നമുക്ക് ലോട്ടറി അടിച്ചില്ല. 96 39 നമ്മളുള്ള ടിക്കറ്റ്. അപ്പൊ 96 37 ഇത് കൂട്ടിയിട്ട് 4-മത്തെ 5-മത്തെ നമുക്ക് അടുത്ത് ഒറ്റ ടിക്കറ്റ്. ഇത് ഇപ്പൊ പോയത് 5000 രൂപ കേട്ടോ. കാരണം 2 ടിക്കറ്റിന് പോയത് 5000 രൂപയാണ്. നേരത്തെ പോയതൊക്കെ 100 ആയിരുന്നു. 100 ഒരു സെറ്റ് 100 രൂപ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 500 1000 ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോയത് 2 ടിക്കറ്റ് മാറ്റത്തിന് 5000 ആണ് ഇപ്പൊ പോയത്. 96 37 നമ്മുടെ 96 39. 5000 ശരി പോയത് പോട്ടെ. ഇനി വേറെക്ക് നോക്ക്. ഇനി തേർഡ് പ്രൈസ് 98 98 96 ആണ്. ഇത് 98 48. അത് കട്ടപ്പനയ്ക്ക് പോയി. നമ്മൾ 98-ന്റെ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഇല്ല നോക്കുന്നു. വരുന്നേരം നോക്ക്. തേർഡ് പ്രൈസിൽ ഇല്ല കേട്ടോ 98. സെക്കൻഡ് പ്രൈസിൽ പിന്നെ 19 ആണ്. ഫസ്റ്റ് പ്രൈസ് 40. അപ്പോൾ സംഭവം ഇരുട്ടായി തുടങ്ങിയിട്ടോ. നമ്മുടെ ലോട്ടറി നോക്കൽ ഇനി കഴിഞ്ഞിട്ടില്ല. നമ്മൾ നല്ല വെളിച്ചത്ത് തുടങ്ങിയതാണ്. ഫസ്റ്റ് പ്രൈസും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ടിക്കറ്റിലും നമുക്ക് ഒന്നും ഇല്ല. ഇനി നമ്മുടെ കയ്യിൽ 3 ടിക്കറ്റുകളാണ് ഉള്ളത്. അപ്പോൾ വേഗം നോക്കാം. ഇരുട്ടായി തുടങ്ങി. നിങ്ങൾക്ക് ക്ലിയർ കിട്ടണ്ടാവില്ല. നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, പക്ഷെ ഞങ്ങളുടെ ക്ലിയർ ഇത്തിരി കുറഞ്ഞു. ക്ലിയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ ഇരുട്ടത്ത് പറയാനാവും നമുക്ക് ഭാഗ്യം. ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചേ എന്ന് പറയാൻ ചിലപ്പോൾ ഇരുട്ടത്താവും യോഗം. ഇത് 110301 ആണ് കേട്ടോ. അപ്പം ഫസ്റ്റ് പ്രൈസ് ഇല്ല, സെക്കൻഡ് ഇല്ല, തേർഡ് ഇല്ല. നമ്മൾ 11-ന്റെ ഫസ്റ്റ് വന്ന് നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് 13 ഉള്ളൂന്ന് പറഞ്ഞത്. നമുക്ക് തേർഡും ഇല്ല കേട്ടോ. ഇനി 5000-ന് 0301. നേരത്തെ നമ്മൾ 03 നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ. നോക്കിയിട്ടില്ലപ്പോ കണ്ടില്ല. ഒന്നുകൂടി നോക്കിക്കോ. നേരത്തെ നമ്മൾ അതിനെ പറ്റി പറഞ്ഞല്ലോ. ബാക്കി എല്ലാം ഉണ്ട്, 03 മാത്രം ഇല്ല എന്ന് നമ്മൾ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒന്ന് വേഗം ഓടിച്ച് നോക്കിയിട്ട് പറയാട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. 03 ഇല്ല കേട്ടോ. 100-ലെല്ലാം നോക്കി. 500 100 1000 ഒക്കെ നോക്കിയപ്പോൾ 03 ഇല്ല. അപ്പം നമുക്ക് ഞാകെ അവശേഷിക്കുന്നത് 2 ടിക്കറ്റാണ് കേട്ടോ. 29 ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 ടിക്കറ്റേ ഉള്ളൂ. ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. മനസ്സൊക്കെ തളർന്നു പോയി. 98 96 വേണം. ഇല്ലല്ലോ. സെക്കൻഡ് ഉണ്ടോ? ഫസ്റ്റ് ഇല്ല. ഇതില്ല കേട്ടോ. നമുക്കുള്ളത് ആകെ ഒരേ ഒരു ടിക്കറ്റാണ് കേട്ടോ. ആ ഒരു ടിക്കറ്റും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഈ ഒരു ടിക്കറ്റ് അടിച്ചുള്ള അവസ്ഥ എന്താ? നമ്മൾ അത്രയും ടിക്കറ്റ് എടുത്തിട്ട് ഈ ഒരു ടിക്കറ്റാണ് അടിക്കുന്നത് വെച്ചെങ്കിൽ എന്താണല്ലേ? നമ്മളെ പല്ല് മാത്രമേ കാണുള്ളൂ തോന്നുന്നു. എന്നാലും സാരില്ല, നമ്മൾ അത്രയും കണ്ണയുടെ പണി മാറ്റി വന്നിട്ടാണ് നമ്മൾ ഈ ടിക്കറ്റിന്റെ ഇത് നോക്കണത്. ശരിക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷെ ഇതുവരെ ഒന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ ടിക്കറ്റിൽ ഉണ്ടോയെന്ന് അറിയില്ല. നോക്കണം. പറയാനായിട്ടില്ല കണ്ണേട്ടാ. ഫസ്റ്റ് പ്രൈസ് ഇല്ല കേട്ടോ. സെക്കൻഡ് പ്രൈസ് ഇല്ല. തേർഡ് പ്രൈസ് ഇല്ല. ഇനി 5000 ആണ് കേട്ടോ. 1223. 12 എവിടെയോ വന്നിട്ടില്ല കണ്ണേട്ടാ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 12. 5000-ല് 12 ഇല്ല, 1000-ലും 12 ഇല്ല,
എവിടെ? അതാ 500-ലെ 1000-ലില്ല. 500-ലുണ്ട്. 500-ല് 12 2 ടിക്കറ്റിന്. 2 അല്ല 3 ടിക്കറ്റിനല്ലേ? അല്ല 2 ടിക്കറ്റിന്. 2 ടിക്കറ്റിന് പോയി. നമ്മൾ അതേപോലെ 12:23 ആയിരുന്നു. ഇതില് 12:25 2 ടിക്കറ്റിനാ പോയത്. 100 ഉണ്ടോ? 12:62 കഴിഞ്ഞു കത്തിക്കല്. അപ്പോൾ ഇരുട്ടായി. നമ്മുടെ ലോട്ടറി പരിപാടി കഴിഞ്ഞു. നമ്മുടെ വെളിച്ചം മങ്ങി, നമ്മുടെ മനസ്സും മങ്ങി. ഇല്ല, മനസ്സ് മങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് പ്രൈസ് അടിച്ച ലോട്ടറിയാണ് 1000 രൂപ. അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്തു. പക്ഷേ അടുത്ത് കൂടെ ഒക്കെ നല്ല അടുത്ത് 5000 2 നമ്പറിന് 2, ഒന്ന് 4 നമ്പറിന് പോയി, ഒന്ന് 2 നമ്പറിന് പോയി 5000. പിന്നെ 500 കുറേ പോയി, 1000 കുറേ പോയി, 100 കുറേ പോയി. അപ്പോൾ അവസാനം നമ്മളെടുത്ത ലോട്ടറിയിൽ ഒന്നുമില്ല. നമ്മുടെ ഏതൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോട്ടറി എടുക്കണ്ട, ഒന്നും കിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആയിട്ടോ. എന്താ പറയാ, ആൾക്ക് നല്ല അനുഭവം ഉണ്ട് തോന്നുന്നു. പക്ഷെ ലോട്ടറി എടുത്ത് കിട്ടണവരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ആൾക്ക് ആ, അത് കാരണം ആ മൂപ്പര് അനുഭവത്തിലും ആൾക്ക് ലോട്ടറി എടുക്കല്ലേ, ഒന്നും കിട്ടില്ല പറഞ്ഞു എന്നോട് കമന്റിൽ. അപ്പോൾ റിപ്ലൈ കൊടുത്താ. ഞാൻ തളർത്തല്ലേ ബ്രോ പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞത് സത്യമായി. അപ്പോൾ എനിക്കും ആ ഒരു അനുഭവം വീഡിയോ കണ്ടിച്ചെങ്കിൽ പറഞ്ഞത് വളരെ വളരെ കറക്റ്റാണ്. അപ്പോൾ ഇരുട്ടായപ്പോൾ നമ്മളൊന്നും കാണില്ല. അപ്പോൾ ഞാൻ മറ്റേ മൊബൈലിൽ ഇപ്പോൾ ഫ്ലാഷ് ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ നമുക്ക് ഫ്ലാഷ് ഇട്ടിട്ട് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ മൊബൈലിൽ ടോർച്ച് അടിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 29 ടിക്കറ്റ് നോക്കിയാൽ പൊന്നോ നമുക്ക് 29-ലും ഒന്നുമില്ല. പക്ഷേ നല്ല അടുത്ത് കൂടെ പോയിട്ടോ. 4 ടിക്കറ്റിനും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ 4 ടിക്കറ്റിനും 2 ടിക്കറ്റിനൊക്കെ 5000 രൂപയാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഇതിലിപ്പോ 29 ടിക്കറ്റ് വാങ്ങിയാൽ നമുക്ക് ഒരു പ്രൈസിൽ ഒരു 100 രൂപ അടിച്ചാലെങ്കിലും നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. കാരണം ആരെയും നടികിൽ വന്നിരിക്കണ്. എന്തായി ലോട്ടറി അച്ഛനമ്മയ്ക്കോ ഞാനിട്ട് കുറെ കാശ് കിട്ടിയില്ലേ. ബോള് തിങ്ങണ്ട. ബോൾ പിന്നെ എനിക്ക് അടിക്കാതിരുന്ന വേറൊരു പ്രശ്നം കൂടി തോന്നിയിട്ട്. കാരണം ഞാനത് 5 കടയിൽ നിന്നായിട്ടാണ് വേറെ വേറെ ആൾക്കാരെ നിന്നായിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ ഇങ്ങനെ അടുപ്പിച്ചെടുക്കുന്ന നമ്മൾ ഒരു കടയിൽ നിന്ന് തന്നെ ഫുൾ ടിക്കറ്റ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി അടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ അടുത്ത് കൂടെ കുറേ നമ്പർ പോയി പറഞ്ഞില്ലേ, 5000-ലൊക്കെ കുറേ അടുത്ത് കൂടെ പോയി പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ അടുപ്പിച്ച് എല്ലാ നമ്പറും അവിടെ നിന്ന് തന്നെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 29 ടിക്കറ്റ് ഞാൻ അവിടെ നിന്ന് തന്നെ എടുക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും വീണിട്ടുണ്ടാവും. 5000 ഒന്ന് നോക്കി അതും കറക്റ്റാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കടയിൽ എന്തെങ്കിലും ഒരു പ്രൈസ് ഇല്ലാണ്ടിരിക്കും. അവർ ഇത്രയും ടിക്കറ്റ് എടുത്ത്. അപ്പൊ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 29 വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഞാൻ അങ്ങനെ ഞാൻ അടുത്ത ട്രൈ അങ്ങനെ ആയിരിക്കും. ഞാൻ എന്തായാലും ഈ പരിപാടി നിർത്തില്ല. ഞാൻ ഇനി ഓരോ ദിവസം ഒരു ലോട്ടറി വെച്ചിട്ട് എടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഇത് സ്ഥിരമാക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കണം. കാരണം ഒരു മാസം കൂടുമ്പോൾ ഒരു 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1500 രൂപയ്ക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി കിട്ടാനുള്ള ചാൻസ് കൂടും എന്ന് എൻ്റെ ഒരു ഇതാണ് കേട്ടോ, എൻ്റെ ഒരു പ്രതീക്ഷയാണ്. എനിക്ക് ലോട്ടറി എടുക്കണതൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉള്ളതൊന്നുമല്ല. കണ്ടിട്ട് എടുക്കാറുണ്ട്, കണ്ടിട്ട് ഇടയ്ക്ക് കിട്ടാറുണ്ട്. എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ഒരു 1000 രൂപയ്ക്ക് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ കണ്ണേട്ടൻ പറഞ്ഞ പോലെ ഒരു കടയിൽ നിന്ന് തന്നെ 1000 രൂപയ്ക്ക് എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് അറിയണം, നല്ല ആഗ്രഹമുണ്ട്. അത് നമ്മൾ എടുക്കട്ടോ. അടുത്ത മാസം ഇതേപോലെ 1000 രൂപയ്ക്ക് നമുക്ക് പ്രൈസ് അടിച്ചാലും ഇല്ലെങ്കിലും, ഇപ്പോൾ നമ്മൾ എടുത്തത് പ്രൈസ് അടിച്ച പൈസക്കാണ് നമ്മൾ വീഡിയോ അല്ല പ്രൈസ് അടിച്ച പൈസക്കാണ് നമ്മൾ ലോട്ടറി എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും അടുത്ത പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് കാശിറക്കിയിട്ട് 1000 1500 രൂപയ്ക്ക് ഞാൻ ഒന്നിച്ച് കുറച്ച് ലോട്ടറി എടുക്കും. ഒരൊറ്റ കടയിൽ നിന്ന് എടുക്കും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഈ പരിപാടി നിർത്തും. എന്നിട്ട് നമ്മളിത് ഉപേക്ഷിക്കുന്നതാണ്. ഉപേക്ഷിക്കില്ല, പിന്നെ എപ്പോഴേലൊക്കെ എടുക്കും. 1000 വെച്ചിട്ട് എടുക്കുന്നത്. 1000 വെച്ചിട്ട് എടുക്കണം, പിന്നെ നിർത്തി. 1000 രൂപ കൊടുത്ത് എടുത്ത ലോട്ടറിയിൽ നമുക്ക് ഒന്നും അടിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ മുന്നിലുള്ള വീഡിയോസും ഇനി വരാൻ പോണ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റ് ചെയ്യുക. നാളെ വരാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.